ജസ്നയെ കാണാതായ കേസിൽ കോടതിയിൽ വിശദീകരണവുമായി കേസ് അന്വേഷിച്ച CBI പത്തനംതിട്ടയിൽ നിന്നാണ് 5 വർഷം മുമ്പ് ജസ്നയെ കാണാതായത്. അടുത്തിടെ ജസ്നയുടെ അച്ഛൻ ഉയർത്തിയ ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് CBI നൽകിയത്. കാണാതായ ജസ്ന മറിയ ജെയിംസിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടില്ലെന്നാണ് CBI പറയുന്നത്. CBIക്ക് ഈ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും CBI CJM കോടതിയെ അറിയിച്ചു. കേസിൽ നിർണായക തെളിവാകുമായിരുന്ന ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ച് CBI അന്വേഷിച്ചിട്ടില്ലെന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ വാദം. തുടർന്നാണ് കോടതി CBIയോട് വിശദീകരണം തേടിയത്. ജസ്നയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രങ്ങൾ എടുത്തിരുന്നെങ്കിൽ അത് പോലീസ് റെക്കോർഡുകളിൽ ഉണ്ടാകുമായിരുന്നുവെന്നാണ് CBI ഉദ്യോഗസ്ഥൻ നിപുൺ ശങ്കർ കോടതിയെ അറിയിച്ചത്. അത്തരം രേഖ കണ്ടെത്താനായിട്ടില്ല. ജസ്ന ഗർഭിണിയല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. രക്തസ്രാവം ഉണ്ടായപ്പോൾ ജസ്ന ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുകയും ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആർത്തവുമായി ബന്ധപ്പെട്ടാണ് രക്തസ്രാവം ഉണ്ടായത്. രക്തം പുരണ്ട വസ്ത്രം കഴുകിയതായി ജസ്നയുടെ സഹോദരിയുടെ മൊഴിയുണ്ട്. ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താനായിട്ടില്ലെന്നും CBI കോടതിയെ അറിയിച്ചു. ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായും ജസ്ന തിരോധാന കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് രക്തം പുരണ്ട വസ്ത്രം ശേഖരിച്ചിരുന്നു എന്നുമാണ് പിതാവിന്റെ ഹർജിയിൽ പറയുന്നത്. രക്തം പരിശോധിച്ചാൽ ആർത്തവ രക്തമാണോ അല്ലയോ എന്ന് വ്യക്തമാകും. ജസ്ന ജീവനോടെ ഇല്ലെന്നാണ് കുടുംബത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായതെന്നും ഹർജിയിൽ പിതാവ് വ്യക്തമാക്കിയിരുന്നു. കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് DYSP ചന്ദ്രശേഖരൻ പിള്ളയാണെന്നും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാട്ടി. ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നാണ് CBI പ്രാഥമിക വിവരങ്ങൾ തേടിയിരുന്നതെന്നും അഭിഭാഷകൻ പറഞ്ഞു. പ്രാഥമിക അന്വേഷണം മാത്രമാണ് ചന്ദ്രശേഖര പിള്ള നടത്തിയതെന്നും മുഴുനീള അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരോട് വിശദമായ വിവരങ്ങൾ തേടിയിരുന്നെന്നും CBI ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും CBI പറഞ്ഞു. കേസ് തുടർവാദങ്ങൾക്കായി ഈ മാസം 24 മാറ്റി. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി SD കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതായത്. ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI കേസ് ഏറ്റെടുത്തത്. 2021 ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത CBIക്കും ജസ്നയെ കണ്ടെത്താനായില്ല.